ഹലോ. എന്താണ് ആർട്ട് ഓഫ് ഡിഫ്ലക്ഷൻ? ആർട്ട് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിയൽ സംഭവമൊന്നുമല്ല. നമുക്ക് ചിലതിനെ ഒരു ആർട്ട് ഓഫ് ഡിഫ്ലക്ഷൻ എന്ന് നമുക്ക് വിളിക്കാം. അതായത് നമ്മൾ ഒരു ക്രിറ്റിസിസം പറയുന്നു. ക്രിറ്റിസിസത്തെ ഡയറക്ട്ലി അഡ്രസ് ചെയ്യാണ്ട് നമ്മുടെ ആർഗ്യുമെന്റിനെ വളരെ അബ്സേർഡ് എക്സ്ട്രീംസിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വേറെന്തെങ്കിലും ആയി മാറ്റി തീർക്കുക. അതിനെയാണ് ഡിഫ്ലക്ഷൻ എന്ന് പറയാ. ഈ ഡിഫ്ലക്ഷനെ നമ്മളെ നാട്ടിൽ പലപ്പോഴും ഭയങ്കര ഡിബേറ്റിംഗ് സ്കില്ലായിട്ട് കാണാറുണ്ട്. ഇത് ഈവൻ ഈ ഒറേറ്ററി സ്കില്ലായിട്ടും കാണുന്നുണ്ട്. രണ്ടും തെറ്റാണെന്നാണ് എന്റെ അഭിപ്രായം. ഒരു നല്ല ഡിബേറ്റർ ആകുമ്പോൾ ഒരു പോയിന്റ് ഉദ്ദേശിച്ചാൽ അതിന് പ്രോപ്പർ ഡയറക്റ്റ് റെഫ്യൂട്ട് വരിക, അല്ലെങ്കിൽ നല്ലൊരു കൗണ്ടർ ആർഗ്യുമെന്റ് പറയാ. ഒറേറ്റർ എന്ന് പറയുമ്പോൾ വളരെ റെറ്ററിക്കൽ ആയിട്ട് എന്തെങ്കിലും വൃത്തിയോട് വിളിച്ച് പറയുമ്പോഴും ആൾക്കാർ കൈയടിക്കുന്നുണ്ടാവും. കൈയടിക്കുന്നു ഉള്ളത് കൊണ്ട് അയാൾ നല്ലൊരു ഒറേറ്റർ ആവുന്നില്ല. നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. ഇവിടെ കറന്റ് ചീഫ് മിനിസ്റ്ററിനോട് എന്തിന് ചാർട്ടേഡ് ഫ്ലൈറ്റ് എടുത്ത് മംഗലാപുരം പോയി എന്ന് ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ മറുപടി എന്ന് പറയുന്നത് അമ്പലത്തിൽ പോയി എന്ന്. ആരാണ് ഇതിന്റെ എക്സ്പെൻസ് നോക്കുന്നത് എന്നുള്ള കൗണ്ടർ ചോദ്യങ്ങൾ വരുമ്പോൾ പിന്നെ വരുന്ന സാധനമാണ് എനിക്കെന്താ അമ്പലത്തിൽ പോയി കൂടെ. അപ്പൊ നമ്മുടെ ആർഗ്യുമെന്റ് അതല്ല. അമ്പലത്തിൽ പോവാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണോ ചോദ്യം? അല്ല. ചോദ്യം എന്തിന് പോയി? ഇതിന് ആര് പേ ചെയ്തു? ബിക്കോസ് ചാർട്ടർ ഫ്ലൈറ്റ് ഒക്കെ പിടിച്ച് പോകുന്നതല്ലേ. അപ്പൊ ആ ആർഗ്യുമെന്റിന്റെ ഒരു തരത്തിലുള്ള റെഫ്യൂട്ടും ഇല്ല. നേരെ മറിച്ച് അതിനൊരു അബ്സേർഡ് എക്സ്ട്രീംസിലേക്ക്, അതായത് ഇപ്പൊ അമ്പലത്തിൽ പോകാൻ വിടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു സെന്റിമെന്റ്സ് ഉണർത്താലോ. ആ ഒരു എക്സ്ട്രീംസിലേക്ക് എത്തിച്ചിട്ട് അതിനെ കൗണ്ടർ ചെയ്യാം. ഇതാണോ ഭയങ്കര ഡിബേറ്റിംഗ് സ്കില്ല്? ഇത് ഡിഫ്ലക്ഷൻ അല്ലേ? മൺസൂൺ റിലേറ്റഡ് ആയിട്ട് ഡിസാസ്റ്റേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വീട്ടിൽ പോയി ഒരു ഫീസ്റ്റിൽ പങ്കെടുക്കുന്നു എന്നുള്ള ഒരു ക്രിറ്റിസിസം വരുമ്പോൾ എനിക്കെന്താ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ ആർഗ്യുമെന്റിനെ റെഡ്യൂസ് ചെയ്ത് ഒരു എക്സ്ട്രീം എൻഡിലേക്ക് റെഡ്യൂസ് ചെയ്യാം. അതായത് എന്താ, ഭക്ഷണം കഴിക്കാൻ വിടാത്ത ആ ഒരു സെന്റിമെന്റ്സ് ഇളക്കാലോ. ഇതാണോ ഒരു പ്രോപ്പർ റെഫ്യൂട്ട്? ഇതാണോ ഭയങ്കര ഡിബേറ്റിംഗ് സ്കിൽസ്? അങ്ങനെയാണെങ്കിൽ എല്ലാരും ഇപ്പം കൈയടി കിട്ടുന്ന എല്ലാവരും നല്ല ഡിബേറ്റിംഗ് സ്കിൽസ് ആണ്, അല്ലെങ്കിൽ കൈയടി കിട്ടുന്ന എല്ലാവരും വൻ ഓറേറ്ററാണ്. ഈ റെറ്ററിക്കലായി സംസാരിച്ച് സെന്റിമെന്റ്സ് എല്ലാം എന്റേതാക്കി മാറ്റാന്ന് പറയുന്നത് വേറൊരാളുകൾക്ക് കാണാറുണ്ട്. എനിക്ക് 50 ദിവസം തരൂ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ ഒരാള്? ഇടയ്ക്കിടയ്ക്ക് പ്രസംഗിക്കുമ്പോൾ കരയുന്ന ഒരാളെ നമുക്കറിയില്ലേ? പ്രോപ്പർ ക്രിറ്റിസിസത്തെ സെൻസിറ്റീവ് ആക്കിയിട്ട് ആൾക്കാരിൽ ഇമോഷൻ ഉണ്ടാക്കിയെടുക്കുക. അതൊരു ഡിബേറ്റിംഗ് സ്കില്ലൊന്നുമല്ല. അത് ഡിഫ്ലക്ഷൻ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാ. അത്രേ ഉള്ളൂ. താങ്ക് യു.